ഞാൻ സ്റ്റേഷനിൽ പോയിരുന്നു. നീ എന്തിനാ ലീവ് എടുത്ത്? അങ്കിൾ വരുമ്പോ സ്വരമായിട്ട് സംസാരിക്കാമെന്ന് കരുതിയ. ഒരു മുന്നറിയിപ്പും ഇല്ലാതെ പെട്ടെന്ന് എനിക്കൊരു കല്യാണക്കൊതി ഉണ്ടായോ? ഇയാളേതാ? ഇത് ഗോപാലകൃഷ്ണൻ പണിക്കര്. ഓ, നിന്റെ കല്യാണ ബ്രോക്കർ ആയിരിക്കും. ഇവൻ എന്റെ ക്ലാസ്മേറ്റാ. ഈ ബാഗും കുടയോ കണ്ടപ്പോ സംശയിച്ചു പോയതാ. ഇരിക്കും. അങ്കിൾ മനസ്സിലായില്ലേ പൂങ്കിനാവ് വാരികയുടെ? മനസ്സിലായി. പത്രല്ലേ? ഞാൻ പണ്ട് പൂങ്കിനാവ് വാരികയിൽ ഒരു ചെറുകഥ അയച്ചിരുന്നു. ചായക്കോപ്പയിലെ കൊടുങ്കാറ്റെന്ന് പറഞ്ഞു. പ്രസിദ്ധീകരിച്ചോ? ഇല്ല, കണ്ടില്ല. കൊള്ളുകയല്ലായിരിക്കും. അതായിരിക്കും. പിന്നെ മനഃശാസ്ത്രജ്ഞനോട് ചോദിക്കാന്നൊരു പങ്ക്തിയില് ഞാനൊരു ചോദ്യം അയച്ചിരുന്നു. അതിനും മറുപടി കണ്ടില്ല. ചോദ്യത്തിൽ കഴമ്പില്ലായിരിക്കും. അതായിരിക്കും. പൂങ്കിനാവ് വാരികയ്ക്ക് ഒരു നിലവാരമുണ്ട്. അതിൽ നിന്ന് ഒരിക്കലും താഴെ പോരാൻ ഒക്കുകയല്ല. കാരണം ഞാനാണ് അതിന്റെ പത്രാധിപൻ. സമൂഹത്തിലെ അനീതിക്കെതിരെ ഒരു പടവാളാണ് പൂങ്കിനാവ്. അയ്യോ, അതെനിക്കറിയാം. എവിടെയെങ്കിലും കൊലപാതകമോ കത്തിക്കുത്തോ എന്തെങ്കിലും നടന്നാൽ ഉടനെ പൂങ്കിനാവ് വാരികയിൽ എന്റെ ഫുൾ റിപ്പോർട്ട് കാണും. കത്തി കൊണ്ട് കുത്തുന്നതിന്റെ, മനുഷ്യന്റെ കുടൽമാല പുറത്തിയാടുന്നതിന്റെ ഒക്കെ മനോഹരമായ 5-6 ഫോട്ടോയും കാണും. അതെ, വായനക്കാർക്ക് അതൊക്കെ വലിയ ഇഷ്ടമാണ്. അതുള്ളതാ. കല്യാണക്കാരി അച്ഛനെ അറിയിച്ചോ? ഇല്ല. എങ്ങനെങ്കിലും അങ്കിള് അച്ഛനെ കൊണ്ട് സമ്മതിപ്പിക്കണം. കുഴപ്പം പിടിച്ച കേസ് വല്ലതും ആണോ? അമ്മാവനോട് സത്യം പറ, സംഗതി ലവ് അഫെയർ ആണ്. ലവ് അഫെയർ ആണ്. നീ ആള് കൊള്ളാമല്ലോടാ മരുമോനെ. സാറ് വിചാരിക്കുന്ന പോലുള്ള ഒരു ലവ് അഫെയർ അല്ല. ഇവൻ അങ്ങോട്ട് മാത്രമുള്ള ലവ്. അക്കാര്യമൊന്നും ചോദിച്ച് സാർ അവന്റെ മനസ്സ് വിഷമിപ്പിക്കണ്ട. നമുക്ക് എങ്ങനെയെങ്കിലും നടത്തി കൊടുക്കണം. സത്യത്തിൽ ഇല്ലെങ്കിൽ അവൻ തൂങ്ങിച്ചാവും. അത്രയ്ക്ക് മൂത്തു. പിന്നെ പെണ്ണിന്റെ വീട്ടുകാര് സാമ്പത്തികപരമായിട്ട് അല്പം വീക്കാണ്. അല്ല, അതുകൊണ്ട് ഇവനെ ഇഷ്ടപ്പെടണമെന്നില്ലല്ലോ. ഇഷ്ടപ്പെടുത്താൻ നമ്മൾ പരമാവധി ശ്രമിക്കേണ്ടി വരും. സാഹചര്യം ഇറങ്ങേറ്റാ മതി. അല്ല, ഒരു മനുഷ്യജീവന്റെ പ്രശ്നമാണ്. അതുകൊണ്ടാ സാറിയ എല്ലാ കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ആ വീട്ടിലാണ് താമസിക്കുന്നു എന്നുള്ള കാര്യം അമ്മാവനോട് പറയണ്ട. അങ്ങനെ പിന്നെ പ്രശ്നങ്ങൾക്ക് അതെ നമ്മളെ രണ്ടുപേരും കൂടെ ആദ്യം വീട്ടിലേക്ക് ചെല്ലുന്നു. പെൺകുട്ടി ഓഫീസിൽ നിന്ന് വരുന്നതിന് മുമ്പ് അമ്മയെ ചാക്കിട്ട് പിടിക്കുന്നു. പെൺകുട്ടിക്ക് എന്നെ അത്ര പത്യമല്ല. അതുകൊണ്ട് എന്റെ പരിചയക്കാരനാണ് സാറ് എന്നുള്ള കാര്യം അവനോട് മാത്രം പറയണ്ട. ബാക്കി ഞാൻ ഏറ്റുന്ന അങ്ങോട്ട് പോയി. മീര വന്നോ അമ്മേ? ഇല്ല. ഇത് ഞാൻ പറഞ്ഞ ചെറുക്കന്റെ അമ്മാവനാ. ഒന്നാട്ട്. അമ്മ അല്ലേ? അതെ. പൂങ്കിനാവ് കാണാറുണ്ടോ? അയ്യോ അമ്മേ, അമ്മ വിചാരിക്കുന്ന കിനാവല്ല. ഇത് പൂങ്കിനാവ് വാരിക. പുള്ളി അതിന്റെ പത്രാധിപനും ഉടമസ്ഥനും എല്ലാം. ഇരുന്നാട്ട്. എന്റെ അനന്തരവൻ ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ്. അവന്റെ അച്ഛൻ അവനെ ഒരു വക്കീലാക്കാൻ ആഗ്രഹിച്ചപ്പോഴും അവന്റെ അമ്മ അവനെ ഒരു എഞ്ചിനീയർ ആക്കാൻ ആഗ്രഹിച്ചപ്പോഴും ഞാനാ എതിര് നിന്നിട്ടുള്ളത്. അതെ, അവന്റെ സ്വഭാവത്തിലെ ആ ഒരു പോലീസ് കണ്ണ് കണ്ടെത്തത് ഞാനാ. എനിക്ക് എവിടെ അനീതി കണ്ടാലും അതിനെ എതിർക്കാനുള്ള ഒരു മനോഭാവം വളരെ ചെറുപ്പത്തിലേ ഉണ്ടായിരുന്നു. എന്റെ അനന്തരവനും ആ ജനസിൽപ്പെട്ടവനാണല്ലോ. എന്നെ പോലെ ധീരനുമാണ്. ഞാൻ വാരികയിൽ കൂടെയും അവൻ പോലീസിൽ കൂടെയും അനീതിക്കെതിരായിട്ട് നിരന്തരമായിട്ട് ശബ്ദിച്ചോണ്ടിരിക്കുക. അതെ, ഞാനാണ് ഈ ആലോചന കൊണ്ടുവന്നെന്ന് മീര അറിയണ്ട. ഇഷ്ടപ്പെടില്ല. ഈ കല്യാണം നടന്നാലുള്ള ആഗ്രഹം കൊണ്ടാണേ. ചെറുക്കന്റെ അച്ഛനും അമ്മയും ഇത്തിരി യാഥാസ്ഥിതികരാ. എങ്കിലും എന്റെ അഭിപ്രായം അവഗണിക്കില്ലെന്ന് കരുതിക്കോളൂ. അത് സ്ഥിതിഗതികളൊക്കെ. സ്ഥിതിയിലും ഗതിയിലും ഒന്നും എനിക്ക് താല്പര്യമില്ല. പെൺകുട്ടിയുടെ ജോലിയോ ശമ്പളമോ എന്റെ അനന്തരനെ ആകർഷിക്കാനും ഇടയില്ല. വിവാഹം കഴിഞ്ഞാൽ അവളുടെ ശമ്പളം നഷ്ടപ്പെടുമല്ലോ എന്നുള്ള ഭയവും വേണ്ട. മക്കളോട് സ്നേഹമുള്ള ഒരമ്മയും അങ്ങനെ വിചാരിക്കില്ല. ഞാൻ പറഞ്ഞത് വേണ്ട, ഒന്നും ഇനി ഇങ്ങോട്ട് പറയണ്ട. അതല്ല, അവനെ ഇഷ്ടപ്പെടുവോന്നായിരിക്കും. കൊള്ളാം. ഇഷ്ടപ്പെടാതിരിക്കാൻ പ്രഥമ ദൃഷ്ട്യാ കാരണങ്ങളൊന്നും കാണുന്നില്ല. ഇഷ്ടപ്പെടാനാണെങ്കിൽ 1000 കാരണങ്ങളുണ്ട് താനും. അമ്മേ, അമ്മ എന്ന് വെച്ചാൽ ചായ ഇട്. എല്ലാം മംഗളായി കലാശിക്കും. ചെല്ലേ സാറേ, ദേ ആ പെൺകുട്ടി വരുന്നുണ്ട്. സാറൊന്ന് ഇംപ്രസ് ചെയ്യിക്കണം.
ഞാനിവിടെ എന്നാ ശരിയാവത്തില്ല. ആ. ആരാണ് അവൻ? ആരാ അങ്കിൾ? നിന്റെ ക്ലാസ്മേറ്റ് ആണെന്ന് പറഞ്ഞ ഒരു ചതിയനെ നീ എനിക്ക് പരിചയപ്പെടുത്തി തന്നില്ലേ? ചതിയൻ? ആ പെൺകുട്ടി എവിടെ വെച്ചാ നീ പരിചയപ്പെട്ടത്? അത് പ്രേമമാണത്രേ. കല്യാണം എന്ന് പറയുന്നത് ആയുഷ്കാലത്തേക്ക് വേണ്ടുന്ന ഒരു ബന്ധമല്ലേ? ആ പെൺകുട്ടി ആരാണ്? അവളുടെ ബാക്ക്ഗ്രൗണ്ട് എന്താണ്? ഇതുമല്ലോ നീ അന്വേഷിച്ചോ? എന്താ അങ്കിൾ? ചോദിച്ചതിന് സമാധാനം പറ. അവളെ പറ്റി എന്തെങ്കിലും അറിയാമോ നിനക്ക്? എനിക്ക് ഞാൻ ആ കുട്ടിയെ കണ്ടു, പരിചയപ്പെട്ടു. നല്ല കുട്ടിയാണെന്ന് തോന്നി. എങ്ങനെ തോന്നി? എന്തറിഞ്ഞിട്ട് തോന്നി? എടാ, നീ ഒരു പോലീസ് ഉദ്യോഗസ്ഥനല്ലേ? നിന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവത്തെ പറ്റി ഒരു അന്വേഷണ ബുദ്ധി ഇല്ലാത്ത നീ എവിടുത്തെ പോലീസുകാരനടാ? അങ്കിൾ എന്താ ഉണ്ടായത്? Stupid. നല്ല ആളാ. മീരയുടെ അമ്മ ചായയും കൊണ്ടുവന്നപ്പോ സാറിന്റെ പൊടി പോലും കാണാനില്ല. എന്താ സാറേ എന്നോട് പോലും ഒരു വാക്ക് പറയാതെ? അവിടെ വെച്ച് പറഞ്ഞാൽ ശരിയാവില്ലെന്ന് തോന്നി. അതിരിക്കട്ടെ, ഈ ഇടപാട് തനിക്ക് എത്ര രൂപ കിട്ടും? രൂപയോ? അതേടോ, എന്നെ എന്റെ അനന്തരവനെയും ചതിക്കുന്നതിന് തന്റെ റേറ്റ് എത്രയാണെന്നാ ഞാൻ ചോദിച്ചത്. ചതിക്കാനോ? സാറേ, ഗോപാലകൃഷ്ണൻ പഠിക്കരുത്, ഇന്നുവരെ ആരെയും ചതിച്ചിട്ടില്ല. എടോ, ദൈവം എന്ന് പറയുന്ന ഒരാൾ മുകളിലുണ്ട്. അതുകൊണ്ട് ഞാനും എന്റെ അനന്തരവനും തൽക്കാലം രക്ഷപ്പെട്ടു. കാര്യം എന്താന്ന് വെച്ചാ പറ സാറേ. രാന്ദ്ര, ഞാൻ നിന്നെ ഏതെങ്കിലും രീതിയിൽ ചതിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ഈ വിവാഹം നടന്നാൽ എനിക്ക് എന്താ ഗുണമെന്നുള്ള കാര്യം നിനക്കറിയാമല്ലോ. ആരെയെങ്കിലും ചതിച്ച് എന്തെങ്കിലും നേടണമെന്ന് സ്വപ്നത്തിൽ പോലും ഞാൻ ആഗ്രഹിച്ചിട്ടില്ല സാർ. അങ്കിൾ, ഗോപാലകൃഷ്ണൻ മനഃപൂർവ്വം എന്നെ ദ്രോഹിക്കുകയില്ല. അങ്കിൾ കാര്യം എന്താ വെച്ചാ പറയും. എന്റെ പൂങ്കിനാവില് മനഃശാസ്ത്രജ്ഞനോട് ചോദിക്കൂ എന്ന പങ്ക്തി കൈകാര്യം ചെയ്യുന്ന ഡോക്ടർ ശിവരാജനെ നിനക്കറിയാം? കേട്ടിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ക്ലിനിക്കിലെ ഒരു നിത്യ സന്ദർശകനാ ഞാൻ. നിനക്ക് കെട്ടാൻ വേണ്ടി ഇന്ന് ഞാൻ പോയി കണ്ട പെൺകുട്ടി ഉണ്ടല്ലോ, മീര. ആദ്യത്തെ കാഴ്ചയിൽ തന്നെ നിന്നെ വീഴ്ത്തിക്കളഞ്ഞു എന്ന് നീ പറയുന്ന ആ പെണ്ണ്. അവൾ 2 മാസത്തോളം ഡോക്ടർ ശിവരാജന്റെ ക്ലിനിക്കിൽ കിടന്നിട്ടുണ്ട്. എന്തിനാണെന്നറിയാവോ? ഭ്രാന്തിന് ചികിത്സിക്കാൻ. ഡോക്ടർ പറഞ്ഞിട്ടുള്ളത് അതൊരു പിക്യൂലിയർ ആൻഡ് സിവിയർ കേസ് ഓഫ് മെന്റൽ ഡിപ്രഷൻ ആണെന്നാണ്. ഇല്ല ഇല്ല സാർ, സാറിന് ചിലപ്പോൾ ആളെ തെറ്റിയിട്ടുണ്ടാവും. നോ, എനിക്ക് വ്യക്തമായിട്ടറിയാം. എത്രയോ തവണ ഞാൻ അവളെ അവിടെ വെച്ച് കണ്ടിട്ടുണ്ട്. പ്രേമിക്കാനും കല്യാണം കഴിക്കാനും നീ കണ്ടുവച്ച പെണ്ണുകൊള്ളാം. എത്ര തവണ പോകും? എത്ര തവണ പോകുന്നു? 60 × 3 180. 180 remainder is 9. Da. ഒരു കാര്യം പറയാനുണ്ട്. ഞാൻ നിങ്ങളെ ഈ വീട്ടിൽ നടക്കാൻ ശ്രമിച്ചു എന്നുള്ളത് ശരിയാ. ഞാൻ മനഃസാക്ഷി ഇല്ലാത്തവനാണെന്ന് നിങ്ങൾ പറഞ്ഞേക്കാം. പക്ഷെ ഞാനുണ്ടല്ലോ, ഇതുവരെ ആരും വഞ്ചിച്ചിട്ടില്ല. ഞാൻ ആയിരക്കണക്കിന് രൂപ കൊടുക്കാനുള്ള കുഞ്ഞിക്കണ്ണന്മാര് പോലും ഞാൻ ചതിയനാണെന്ന് പറഞ്ഞിട്ടില്ല. പക്ഷെ നിങ്ങൾ കാരണം ഞാൻ ഇന്ന് വഞ്ചകനും ചതിയനുമായി. കല്യാണം നടത്തി കാശുണ്ടാക്കാൻ നടക്കുന്ന ബ്രോക്കർമാരുണ്ടല്ലോ, അവന്മാരോട് പോലും ഇങ്ങനെ പെരുമാറരുത്. ആരെ ചതിച്ചെന്ന് നിങ്ങൾ പറയുന്നത്? നിങ്ങളുടെ മകള് ഭ്രാന്തിന് ചികിത്സിക്കാൻ ഒരു ക്ലിനിക്കിൽ കടന്നിട്ടില്ലേ? ശിവരാജൻ എന്ന് പറയുന്ന ഒരു ഡോക്ടറല്ലേ അവളെ നോക്കിയിരുന്നത്? എന്തിനാ നിങ്ങൾ ദിവസം ദൈവത്തിന് മുമ്പിൽ ചെന്ന് പ്രാർത്ഥിക്കുന്നത്? മോൾക്ക് ഭ്രാന്താണെന്നുള്ള കാര്യം ഒളിച്ചു വെച്ച് അവളെ വല്ല നിരപരാധികളുടെ തലയെ കെട്ടിവെക്കാനോ? മറ്റുള്ളവന്റെ ജീവിതം കൊണ്ടല്ല നിങ്ങളുടെ മോളുടെ ഭ്രാന്ത് മാറ്റേണ്ടത്.
എന്താമ്മേ എന്താമ്മേ എന്താ ഉണ്ടായത്? അയാള് അമ്മ വഴക്കു പറഞ്ഞോ? ഒന്നുമില്ല മോളെ. ഒന്നുമില്ലാതെ അമ്മ എന്തിനാ കരയുന്നത്? ഞാനിങ്ങനെ ഓരോന്ന് ഓർത്തു പോയി. അമ്മ വരൂ വരൂ അമ്മേ. ഒന്നും തോന്നരുത്, എന്നോട് പറഞ്ഞതിരിക്കട്ടെ. അങ്ങനൊന്നും എന്റെ മോളോട് സംസാരിക്കരുത്. അവക്കത് എന്നെ പോലെ മനസ്സിലിട്ട് ഒതുക്കാൻ കഴിയില്ല. അതുകൊണ്ടാ. ആരെയും ചതിക്കണമെന്ന് വിചാരിച്ചിട്ടല്ല. സന്ദർഭം വന്നാ പറയുമായിരുന്നു. അല്ലാതെ എന്റെ മോളൊരു രോഗിയായിരുന്നെന്ന് വിളിച്ചു പറഞ്ഞ് നടക്കാൻ പറ്റുമോ? എന്റെ മോളെ ആരുടെയും തലയെ കെട്ടിവെക്കാൻ ഞാൻ നോക്കിയിട്ടില്ല. അവളൊരു ഭ്രാന്തിയായിരുന്നെന്ന് മോനെന്റെ മുഖത്ത് നോക്കി പറഞ്ഞപ്പോ എനിക്കെന്നെ നെഞ്ചു പൊട്ടുന്ന പോലെ തോന്നി. ശരിയാ, അവളൊരു രോഗിയായിരുന്നു. മോനറിയോ, 8 മാസങ്ങൾക്ക് മുമ്പ് മീരയുടെ കല്യാണം നിശ്ചയിച്ചതായിരുന്നു. ഈ വീടിന്റെ മുറ്റത്ത് ഒരു പന്തലുയർന്നു. എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി. തലേന്ന് രാത്രി പന്തലിൽ മുഴുവൻ ലൈറ്റ് കത്തിക്കാൻ വേണ്ടി മീരയുടെ അച്ഛൻ എവിടുന്നോ കൊണ്ടുവന്ന മെഷീൻ കേടായി. മെയിൻ സ്വിച്ച് ഓഫ് ചെയ്തിട്ട് അച്ഛനത് നന്നാക്കുമായിരുന്നു. ദീപയുടെ ഉടുപ്പ് ഇസ്തിരിയിടാൻ വേണ്ടി മീര സ്വിച്ചിട്ടു. എന്റെ മോക്കറിയില്ലായിരുന്നു പിൻവശത്തെ മുറ്റത്ത് ഷോക്കേറ്റ് അവളുടെ അച്ഛൻ മരിച്ചുകൊണ്ടിരിക്കുകയാണെന്ന്. ആളുകളുടെ നിലവിളി ബഹളം കേട്ട ഞാൻ ചെന്ന് നോക്കിയത്. അപ്പോഴേക്കും എല്ലാം കഴിഞ്ഞിരുന്നു. അവള് കാരണം അവിടെ അച്ഛൻ മരിച്ചെന്നറിഞ്ഞപ്പോ അവള് കരഞ്ഞില്ല, ഒന്നും മിണ്ടിയില്ല. അവിടെ മനസ്സിന്റെ സമനില ആകെ തെറ്റിയിരുന്നു. ഒരു മനോരോഗിയെ കെട്ടാൻ ചെറുക്കന്റെ വീട്ടുകാർ പിന്നീട് തയ്യാറായില്ല. ഇപ്പൊ ഒരു കുഴപ്പമില്ല. പക്ഷെ ഒരു പേര് വിടുകയില്ലേ? ഈ വീട്ടിൽ ഓരോ മുറിയിലും അവളുടെ അച്ഛനുണ്ടെന്ന് അവൾ പറയാറ്. ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകാൻ മനസ്സ് വരാത്തത് അതുകൊണ്ടാ മോനെ.